പത്തനംതിട്ട തടിയൂരിൽ സ്വകാര്യ ബസ് വഴിയിൽ തടഞ്ഞ അതിക്രമം. മർദ്ദനം ടിക്കറ്റ് എടുക്കാത്തത് ചോദ്യം ചെയ്തതിനാണ് അതിക്രമം നടത്തിയ 3-അംഗ സംഘത്തിൽ പിടിയിലായത് ഒരാൾ മാത്രം. സി കെ അഭിലാൽ വിവരങ്ങൾ നൽകും. അഭിലാൽ, ടിക്കറ്റ് എടുക്കാത്തത് ചോദ്യം ചെയ്തതിന് അതിക്രമം നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഉണ്ടായത്? എപ്പോഴാണ്? തടിയൂർ ITIക്ക് മുൻവശം ഞായറാഴ്ച രാത്രി 8:15 ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം ഉണ്ടാകുന്നത്. 3 പേരാണ് സ്വകാര്യ ബസ് തടയുകയും യാത്രക്കാരെ അസഭ്യം പറയുകയും ഒപ്പം തന്നെ ജീവനക്കാരോട് മോശമായി പെരുമാറുകയും അവരെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ദൃശ്യങ്ങൾ പകർത്തിയത് പ്രദേശവാസികളായിട്ടുള്ള ആളുകളും യാത്രക്കാരുമാണ്. ഏറെക്കുറെ 45 മിനിറ്റ് സമയം തടിയൂരിൽ ബസിന്റെ യാത്ര തടസ്സപ്പെട്ടു. ചുരുക്കത്തിൽ രാത്രിയിലെ യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് യഥാസമയം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഞായറാഴ്ച രാവിലെ തിരുവല്ലയിലേക്കുള്ള യാത്രക്കിടയിൽ 3 പേർ ഒരുമിച്ച് ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറുകയും അതിൽ 2 പേർ മാത്രം ടിക്കറ്റ് എടുക്കുകയും ചെയ്തത് കണ്ടക്ടറുടെ ശ്രദ്ധയിൽ വന്നു. ടിക്കറ്റ് എടുക്കാത്ത ആളിനെ കൊണ്ട് നിർബന്ധിച്ച് ടിക്കറ്റ് എടുപ്പിച്ചു എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന് ഇടയാക്കിയതെന്നുള്ളതാണ് റാന്നി സ്വദേശിയായ ബസ് ഉടമ പറയുന്നത്. തുടർന്ന് വൈകുന്നേരമുള്ള എരുമേലിക്കുള്ള അവസാന ട്രിപ്പ് പുറപ്പെട്ട് തടിയൂരിലെത്തിയപ്പോഴാണ് 3 പേർ ചേർന്ന് വാഹനം തടഞ്ഞത്. ആ 3 പേരിൽ ഉൾപ്പെട്ട രാവിലെ വാഹനത്തിൽ യാത്ര ചെയ്ത 3 പേർ തന്നെയാണ് വാഹനം തടയുകയും ഇത്തരത്തിൽ പെരുമാറുകയും ചെയ്തത് എന്നുള്ളതാണ് ബസ് ഉടമയുടെ ആരോപണം. അന്ന് തന്നെ ബസ് ഉടമ കോയിപ്പുറം സ്റ്റേഷനിൽ പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്തു. ഒരാളുടെ പേരിൽ മാത്രമാണ് FIR-ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ ഒരാളുടെ പേര് മാത്രമാണ് അതിൽ ഉൾപ്പെട്ടത് എന്നുള്ള പരാതി ബസ് ഉടമ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് അയാളെ ഹാജരാക്കിയില്ല എന്നുള്ള ആക്ഷേപം കൂടി ഉയർത്തുന്നുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം ഇതിനകത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വന്ന ആക്ഷേപം. ആ ട്രിപ്പ് മുടങ്ങിയത് മുഖേന മാത്രം 6000 രൂപയുടെ നഷ്ടം തനിക്കുണ്ടായിട്ടുണ്ട് എന്നും ബസ് ഉടമ ആരോപിക്കുന്നുണ്ട്. എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രധാനപ്പെട്ട പ്രതിയാണ്. ബാക്കിയുള്ളവർക്ക് വേണ്ടി അന്വേഷണം തുടരുന്നു എന്നുള്ളതാണ് കോയിപ്പുറം പോലീസ് വിശദീകരിക്കുന്നത്.